തൃക്കാക്കരയിലെ സദ്യയുടെ വിശേഷത്തിലേക്ക് പോകാം. ഒപ്പം നമ്മുടെ സുനിഷയും അഞ്ജനയും ഒക്കെ തിരുവനന്തപുരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അല്ലമീൻ തൃക്കാക്കരയിൽ സദ്യക്ക് കയറിയോ? അല്ലമീൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ സദ്യ കഴിക്കാൻ പോയി എന്നൊക്കെയാണ് ഇവിടെ പൂജ പറയുന്നത്. അതൊരു അപവാദമാണോ? ഉത്രാട അപവാദമാണോ അത്? അല്ലമീൻ സുജയ സദ്യ കഴിച്ചില്ല. നമ്മൾ നാളത്തേക്കുള്ള സദ്യക്കുള്ള സാധനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിയും അതുപോലെ വെണ്ടയ്ക്കൊക്കെ അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതെ അതെ, തക്കാളി കഴുകാണ്. അത് ഇന്നത്തേക്കുള്ള സദ്യക്കുള്ളതല്ല, നാളത്തെ സദ്യക്കുള്ളതാണ്. നമ്മൾ ഒരു റൗണ്ട് കഴുകി വെച്ചിട്ടുണ്ട്. തക്കാളി, വെണ്ടയ്ക്ക, മുളക് അല്ലമീൻ വീട്ടിൽ എന്തെങ്കിലും സഹായിക്കുന്ന ആളാണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. പ്രേക്ഷകർ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ തക്കാളി ഇടുന്ന കറി ഏതാണ്? നാളെ സദ്യക്ക് ഈ തക്കാളി ഏത് കറിയിലായിരിക്കും ഇടുക? എന്റെ ഭാര്യ എന്നെ അടുക്കളയിലേക്ക് കയറ്റത്തേയില്ല. അവരടുത്ത് ഇരുന്നാൽ മതി, വെച്ച് വിളമ്പി കൊണ്ടുവരും, ഭാര്യ കഴിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അവളുടെ ആ ഒരു ദുശീലം കാരണം എനിക്കിതൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, പാചകം പഠിക്കാൻ പറ്റില്ല. അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. തക്കാളി ഏത് കറിയിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ ഏത് കറിയിലാണ് കഴിച്ചിട്ടുണ്ടാവുമല്ലോ? രസത്തിലിടാലോ തക്കാളി. രസത്തിലിടാം, ചിക്കൻ കറിയിലിടാം, മീൻ കറിയിലിടാം. തക്കാളി ഇല്ലാത്ത കറി ഏതാ സുജയ? എന്താണ് ഇങ്ങനെ? അല്ലമേ നൈസായിട്ട് ഒഴിവാവുകയാണ്. അപ്പോൾ തൃക്കാക്കരയിൽ സദ്യക്ക് ഇപ്പോൾ എത്ര തവണ ആളുകൾ, അതായത് പല ഊഴങ്ങളായിട്ടാണല്ലോ. ഇപ്പോൾ ആദ്യത്തെ 1-2 ഊഴങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അങ്ങോട്ടേക്ക് സദ്യ കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇല്ല സർ, ഞാനും അരുണിനെ നോക്കി നിൽക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ അരുൺ എന്നെ ഈ ഊട്ടുപുരയിലേക്ക് കയറ്റി. അരുൺകുമാറിന് വേണ്ടി നമ്മൾ രാവിലെ പപ്പടം കാച്ചുകയും ചെയ്തു. പക്ഷെ പപ്പടം പൊള്ളുന്നതിന് മുമ്പ് എന്റെ കൈ പൊള്ളി വരുന്ന ഒരു സാഹചര്യമാണ് രാവിലെ ഉണ്ടായിരുന്നതും. അതിനുശേഷം അപ്പോഴേ അരുൺ ചോദിച്ചു എപ്പോഴാണ് സദ്യ വിളമ്പുന്നതെന്ന് ചോദിച്ചു. കാരണം അവിടെ ഇരുന്ന് നമ്മൾ ഈ രസവും സാമ്പാറും ഒക്കെ നല്ല വറ്റൽമുളകും എണ്ണയൊക്കെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നൊരു സാഹചര്യമായിരുന്നു. നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഗന്ധം കൂടി അടിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് അരുൺകുമാർ അവിടെ നിൽക്കാൻ വയ്യാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, നല്ല തിരക്കുള്ളതുകൊണ്ട് അറിയാനും പറ്റത്തില്ല. ഏതായാലും 2-3 പന്തി കഴിഞ്ഞു സുജ. ഇന്നലേക്ക് 12 മണിക്കായിരുന്നു സദ്യ കൊടുത്തു തുടങ്ങിയിരുന്നത്. കാരണം ഒരു 3000-4000 ആളുകളായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ ഉത്രാട സദ്യയ്ക്കും അതുപോലെ നാളെ തിരുവോണ സദ്യയ്ക്കും 10,000-20,000 ആളുകൾ വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ ആൾത്തിരക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് 11 മണി മുതൽ തന്നെ സദ്യ വിളമ്പി തുടങ്ങി. ആദ്യത്തെ 2-3 പന്തി ഇപ്പോൾ കഴിഞ്ഞു. വീണ്ടും ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് സുജയ നാളത്തേക്കുള്ള സദ്യവട്ടത്തിലുള്ള ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നത്. കാരണം ഇപ്പോഴേ പണി തുടങ്ങിയാലേ നാളത്തേക്കുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങളാണല്ലേ? നാളത്തേക്കുള്ള സദ്യവട്ടമാണോ? അതെ, നാളത്തേക്കുള്ള സദ്യ. നാളത്തേക്ക് എന്തൊക്കെയാ സ്പെഷ്യൽ? തിരുവോണമാണല്ലോ. തിരുവോണം എനിക്ക് ശരിക്കും അതിനെ പറ്റി അറിയാം. അത് മറ്റേ ഹെഡ് ഉണ്ട്, ജയകൃഷ്ണൻ ചേട്ടൻ അല്ലേ? ചേട്ടൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കണ്ടില്ല, തിരക്കായിട്ട് ഇങ്ങോട്ട് മാറി. ഇന്നിപ്പോ എന്തൊക്കെയാ നിങ്ങളിപ്പോ ഒരുക്കുന്നത്? എലിശ്ശേരിക്കാണ്. ഇതിപ്പോ അരിയുന്നത് എലിശ്ശേരിക്കാണ്. എലിശ്ശേരി ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ അവിയലുണ്ടാവും, കാളനുണ്ടാവും, പിന്നെ പച്ചടി ഉണ്ടാവും, വേറെ പിന്നെ അച്ചാറ് നിൽക്കുന്നുണ്ടോ? ഫുഡ് കഴിച്ചു. പാചകം തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി. 15 വർഷമായിട്ട് ഇവിടെ സ്ഥിരമുണ്ട്. ചേട്ടനൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കുശാറായിട്ട് കഴിക്കുന്നത്. അങ്ങനെ 15 വർഷമായി, അതിൽ കൂടുതൽ വർഷങ്ങളായിട്ടൊക്കെ ഈ പാചകപ്പുരയിലുള്ള ആളുകളൊക്കെയാണ് ഇപ്പോഴും ഈ പാചകത്തിന് നേതൃത്വം കൊടുത്ത് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് സുജയ. നല്ല പ്രായമായവരും കുട്ടികളും നമ്മൾ നേരത്തെ കണ്ടു, വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്. ഒരു അമ്മച്ചി ഇപ്പോൾ സദ്യ കഴിക്കുന്നതിനായി വന്നിട്ടുണ്ട്. അമ്മച്ചി, ഹാപ്പി ഓണം. ഓണമൊക്കെ അടിപൊളി. കൊല്ലത്തെ ഇവിടെയാ അപ്പം മുതല് ആണല്ലേ? സദ്യ കഴിക്കാൻ വന്നതാണോ? എല്ലാ തവണ ഇവിടെ നിന്നാണോ കഴിക്കുന്നത്? എത്ര വയസ്സുണ്ട് അമ്മച്ചിക്ക്? 90 വയസ്സുണ്ട്. അടിപൊളി. ഇവിടെ സ്ഥലം എവിടെയാ? പാമ്പാക്കട. ഇവളുടെ അമ്മയാ. സദ്യ കഴിച്ചോ? അങ്ങനെ അമ്മച്ചിയും സദ്യ കഴിക്കാനായിട്ട് വരുവാണ് സുജി. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇവിടെ വന്ന് സദ്യ കഴിക്കുന്നുണ്ട്. ഓണാശംസ കൊടുത്തേക്കോ. നല്ല ചിരിയൊക്കെയാണ്. അമ്മയും ഓണം സദ്യ കഴിക്കാനായി തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു.